പ്രിയമുള്ള എല്ലാ വിദ്യാർത്ഥികളും, ഇത് നമ്മുടെ അനേകം ആളുകൾക്ക് ഗ്രാമറുമായി ബന്ധപ്പെടുത്തിയ അനേക സംശയങ്ങളുണ്ട്. അപ്പോൾ സംശയങ്ങളെല്ലാം വളരെ ചെറുതായിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. ഇതിനകത്ത് നൗൺ ഫ്രേസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബ്ലോഗിംഗ് എന്ന് പറയുന്നൊരു പുതിയ ടോപ്പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിലെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ പറയാത്ത കുറച്ച് നിയമങ്ങളും പറഞ്ഞത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനെ കൂടാതെ തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിട്ടുള്ള ഡയറി എൻട്രിയുടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രേസ് ലബ്സ് ഒരു 10 എണ്ണം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഗ്രാമറുമായി ബന്ധപ്പെടുത്തി ഒത്തിരി ഉപകാരങ്ങൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെടുത്തി ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പോൾ പഠന സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ സംഭവങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനിതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലായി വാട്സപ്പിൽ അയയ്ക്കുക. ഓക്കെ, നമുക്ക് നൗൺ ഫ്രേസ് പഠിക്കാം. നൗൺ ഫ്രേസ് എന്നതിനെ NP എന്ന് പറയും. ഇതിന് പ്രത്യേകത ഇതൊരു സബ്ജക്റ്റ് പൊസിഷനിലാണ്. ദ സ്മോൾ ചൈൽഡ് ഈസ് ക്രൈങ്. അതിലെ സ്മോൾ ചൈൽഡ് എന്ന് പറയുന്നതാണ് നൗൺ ഫ്രേസ് ആയി വരിക. എന്ന് പറയുകയാണെങ്കിൽ സബ്ജക്റ്റ് ആയിട്ടാണ് എപ്പോഴും വരിക. ഇവിടെ എക്സാമ്പിൾ നോക്കാം. മൈ ബെസ്റ്റ് ഫ്രണ്ട് അരുൺ ഈസ് എ സിംഗർ. മൈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അല്ല, മൈ ബെസ്റ്റ് ഫ്രണ്ട് അരുൺ എന്ന് പറയുന്ന നൗൺ ഫ്രേസ്. അടുത്ത് നോക്കാം. ഡോക്ടർ APJ അബ്ദുൽ കലാം ഈസ് നോൺ ആസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. അതിൽ APJ അബ്ദുൽ കലാം എന്നുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് നൗൺ ഫ്രേസും അത് തന്നെ ആയിരിക്കും. ദി സ്മാർട്ട് സ്റ്റുഡൻറ് ഇൻ ദ ക്ലാസ്. നൗൺ ഫ്രേസ് സ്മാർട്ട് സ്റ്റുഡൻറ്. നേരത്തെ പഠിച്ച എഡിറ്റിംഗ്. ടു വന്നാൽ V1 ചേർക്കണം. ഹാവ് ഹാസ് ഹാർഡ് വന്നാൽ വെർബിൻ്റെ 3ാം ഫോം ചേർക്കണം. വില്ല ഷാള് ക്യാൻ മേ വന്നാൽ 1ാം ഫോം ചേർക്കണം. വുഡ് ഷുഡ് കുഡ് മൈറ്റ് വന്നാൽ 1ാം ഫോം ചേർക്കണം. ബി വന്നാൽ V3 ചേർക്കണം. യെസ്റ്റർഡേ എന്ന പദമാണ് കാണുന്നതെങ്കിൽ സബ്ജക്റ്റ് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. ഡു ഡസ് ഡിഡ് ഇവയ്ക്ക് ശേഷം വെർബിൻ്റെ 1ാം ഫോം മാത്രമേ ചേർക്കാവൂ. സെൻറ്റൻസിൽ ഹൂ വരുമ്പോൾ അത് ആളുകളാണെങ്കിൽ മാത്രം ചേർക്കുക. വേറെ വന്നാൽ സ്ഥലം മാത്രം ചേർക്കുക. ടൈം വന്നാൽ വെൻ ചേർക്കുക. വസ്തുക്കൾ വന്നാൽ വിച്ച് ചേർക്കുക. ഗിഫ്റ്റുകളൊക്കെ ആണെങ്കിൽ ദാറ്റ് ചേർക്കുക. ഓണർഷിപ്പ് വരുവാണെങ്കിൽ ഹൂസ് ചേർക്കുക. അതായത് ഞാൻ പറഞ്ഞതിനർത്ഥം, അതായത് ടൂവിന് ശേഷം ഐ ഹാവ് ടു സ്റ്റഡീഡ് എന്ന് പറയത്തില്ല, ഐ ഹാവ് ടു സ്റ്റഡി. ഹി ഹാഡ് സ്റ്റഡി എന്ന് പറയത്തില്ല, ഹി ഹാഡ് സ്റ്റഡീഡ്. ഹി വിൽ കം എന്ന് പറയും, ഹി വിൽ കെയിം എന്നൊരിക്കലും നമ്മൾ പറയില്ല. അതുപോലെ തന്നെ യെസ്റ്റർഡേ ഹി വെൻറ്റ് ടു മാർക്കറ്റ് എന്നാണ് പറയേണ്ടത്. യെസ്റ്റർഡേ ഹി ഗോ ടു മാർക്കറ്റ് എന്ന് പറയില്ല. അങ്ങനെ അതുപോലെ തന്നെ ഹൂ ചേർക്കുമ്പോൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ആളുകളെക്കുറിച്ച് പറയുമ്പോൾ ഐ ഹാവ് എ ഫ്രണ്ട് ഹൂ ഈസ് എ ടാലൻറ്റഡ് പേഴ്സൺ. അവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നത് കൊണ്ടാണ് ചേർത്തത്. ഇനി വേറൊരു സ്ഥലം, മൈ അങ്കിൾ ഹൂ ഈസ് റിസൈഡിങ് അറ്റ് ഡൽഹി എന്ന് പറഞ്ഞ സെൻറ്റൻസ് അങ്കിളിനെ കുറിച്ച് പറയുകയാണ്, ശരിയാണ്. മൈ അങ്കിൾ വെൻറ്റ് ടു ആഗ്ര വെയർ ഹീ സോ താജ്മഹൽ. അവിടെ വേറെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തെയാണ്. ടൈം എന്ന് പറയുന്നത് വെൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഐ വാസ് അഡ്മിറ്റഡ് ഇൻ ഹോസ്പിറ്റൽ വെൻ അവർ റിസൾട്ട് പബ്ലിഷ്ഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതുപോലുള്ള പദങ്ങൾ ആനയിച്ച് വേണം, മനസ്സിലാക്കി വേണം നിങ്ങൾ ചെയ്യേണ്ടത്. അത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡേയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡേയെ ഡേറ്റ് ഒരു മോഡലാണ്. ടുഡേ ഐ ഫീൽ സാഡ്. സന്തോഷമാണെങ്കിൽ ഗ്ലാഡ് എന്നും വിഷമമാണെങ്കിൽ സാഡും ചേർത്ത് എഴുതുക. എന്നിട്ട് ഐ നെവർ തോട്ട് ദിസ് ലൈഫ് ഹാപ്പൻ ടു മീ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എവറിത്തിങ് ഗോയിങ് ഫൈൻ എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരീക്ഷയ്ക്ക് നമ്മുടെ ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തിയ എന്താണോ അതുമായി ബന്ധപ്പെടുത്തിയ ഫീലിങ്സ് അവിടെ എഴുതിയിട്ട് ടുഡേ ഐ തിങ്ക് ഐ കനോട്ട് സ്ലീപ്പ് എന്ന് പറഞ്ഞിട്ട് ബൈ എഴുതിയിട്ട് പേരും കൂടി ചേർക്കണം. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് ഫ്രേസ് ലബ്സ് ഉണ്ട്. കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, കാൾ ഓഫ് ക്യാൻസൽ, കം അക്രോസ് മീറ്റ്, പുട്ട് ഓൺ ടു വിയർ, പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ ബിൽഡ്, പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്, പുട്ട് അക്രോസ് കമ്മ്യൂണിക്കേറ്റ് ആശയവിനിമയം നടത്തുക. അതുപോലെ തന്നെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയ ഫ്രേസ് ലബ്സ് നിങ്ങളുടെ നേരെ തന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായി പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒരു പ്രധാനമായും ഒരു ബ്ലോഗ് എങ്ങനെ എഴുതാമെന്ന് പറയാം. നമുക്കൊരു ബ്ലോഗ് എഴുതുമ്പോൾ ആദ്യം ഹെഡിങ് കൊടുക്കണം. ബ്ലോഗിങ് എന്നാണ് ഹെഡിങ്. നമ്മുടെ ചിന്തകളാണ് ഇതിനകത്ത് വരുന്നത്. ഒരു ഡയറി പോലെ തന്നെ ആണ്, പക്ഷേ നമ്മുടെ ബ്ലോഗ് എന്ന് പറയുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളുടെ അഭിപ്രായമാണ്. ആദ്യം പരീക്ഷയ്ക്ക് വരുന്ന ടോപ്പിക്കിൻ്റെ ഹെഡിങ് കൊടുക്കുക, താഴെ ഡേറ്റ് കൊടുക്കുക, അതിന് താഴെ ഒരു പേരെഴുതുക, പിന്നീട് സമയം എഴുതുക. ഇതുപോലെ വെൻ ഐ വെൻറ്റ് ത്രൂ ഡിസൈഡഡ് ടു ജോട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ കുത്തിക്കുറിക്കുക മൈ ഫീലിങ്സ്. ഒരു ടോപ്പിക്കിലൂടെ പോയപ്പോൾ എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ എഴുതുകയാണ്. ഐ നെവർ തോട്ട് ദിസ് ഈസ് പബ്ലിക്. ഇത് പബ്ലിക് വ്യൂ അല്ല, മൈ ഓൺ വ്യൂ ആണ് എന്ന് പറഞ്ഞാൽ എൻ്റേതായ അഭിപ്രായങ്ങളാണ്.
എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏത് വിഷയമാണോ വരുന്നത് ആ വിഷയത്തെക്കുറിച്ച് ഒരു 6 സെൻറ്റൻസ് എഴുതുക. ശേഷം അവസാനമായി ഇഫ് യു ഹാവ് എനി ഒപ്പീനിയൻ, ഇഫ് യു ഹാവ് എനി ഒപ്പീനിയൻ ഓർ ഫീഡ്ബാക്ക് സെൻഡ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ഇമെയിൽ ID കൊടുക്കുക. ഇതെല്ലാം കോളത്തിൻ്റെ അകത്ത് വരച്ചിടണം. ബ്ലോഗ് എന്നാണ് ഇതിന് പറയുന്നത്. ആദ്യം ഹെഡിങ് വേണം, താഴെ പരീക്ഷയ്ക്ക് വരുന്ന ഹെഡിങ്, താഴെ ഡേറ്റ്, / ഇട്ട ശേഷം പേര് ക്യാപിറ്റൽ ലെറ്ററിൽ, പിന്നീട് സമയം, എന്നിട്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായം. വെൻ ഐ വെൻറ്റ് ത്രൂ ദ ടോപ്പിക്, ഞാൻ ടോപ്പിക്കിലൂടെ കടന്നു പോയപ്പോൾ ഐ ഡിസൈഡ് ടു ജോട്ട് ഡൗൺ മൈ ഫീലിങ്സ്, എൻ്റെ ഫീലിങ്സ് ഞാൻ എഴുതാൻ തീരുമാനിച്ചു. ദിസ് ഈസ് നോട്ട് പബ്ലിക് വ്യൂ, മൈ ഓൺ പേഴ്സണൽ വ്യൂ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്ന് നമ്മൾ പറയുക. പരീക്ഷയ്ക്ക് വരുന്ന സെൻറ്റൻസുകൾ 6 സെൻറ്റൻസുകൾ എഴുതുക. അതിനുശേഷം ഇഫ് യു ഹാവ് എനി ഫീഡ്ബാക്ക് പ്ലീസ് സെൻഡ് മെയിൽ ടു എന്ന് എഴുതിയിട്ട് ആ മെയിൽ ID കൊടുക്കുക. താഴെ അത് കോളം കംപ്ലീറ്റ് ആക്കി എഴുതുക. ഇത്ര എഴുതുന്നതിന് 5 മാർക്കാണ്. ഇതാണ് ബ്ലോഗ്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്.